ഞാൻ ഹൈമാവതി കൃഷിഭവൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ നേരെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ തക്കാളി മുളകെല്ലാം പൂ നിന്നിട്ടുള്ള കായ് പഴുത്ത് ഇത് പറിച്ചൊക്കെ കഴിയാനായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം പൂക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതെടുക്കുന്നത്. ഇതെന്ന് വെച്ചാൽ ദോശമാവ് അന്ന് അരച്ചിട്ട് ദോശമാവാണ് ഇതിപ്പം ദോശമാവാണ്. കണ്ടില്ലേ, ഇത് ദോശമാവാണ്. ഇത് ഞാൻ ഇതിൽ ഒഴിച്ചിട്ട് കലക്കി കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഇതേപോലെ ഒഴിച്ച് കലക്കി കൊടുത്തു. കണ്ടില്ലേ, ദോശ അരിക്കൂട്ടാണ്. ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം ഇഷ്ടംപോലെ ഉണ്ടാവും. പൂ നല്ലോണം നിറച്ചും പൂവും കായും പൂത്ത് വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇതിപ്പം അതിന് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇതിവിടെ ഒഴിക്കട്ടെ, നമുക്ക് കാണിച്ചു തരാമല്ലോ. ഇതിപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കാണിച്ചു തരാം. ഇതിപ്പം കണ്ടില്ലേ, നിങ്ങളിപ്പം കണ്ടില്ല, ആ മുളകിനും ഈ തക്കാളിക്കും കൂടി ഒഴിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ഞാനിങ്ങോട്ട് എടുക്കട്ടെ. ഇത് ഒഴിച്ച് കൊടുത്താൽ വേഗം പൂക്കാൻ തുടങ്ങിക്കോളും. നല്ലോണം നിറയെ പൂവും കൈ ഉണ്ടാവും. എല്ലാം കാലിയായിട്ടാകുമ്പം കൊടുക്കേണ്ടതായത്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതെല്ലാം കണ്ടില്ല. ഇത് ഇതേപോലെ ഒഴിച്ച് കൊടുക്കാം. നല്ലപോലെ നന്നാവും, ഉഷാറായിട്ട് വരും. ഇപ്പോൾ കണ്ടില്ലേ, ഇത് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുക്കട്ടെ. ഇതിപ്പോൾ നല്ലപോലെ ഒഴിച്ച് കൊടുത്താൽ വേഗം നിറച്ചും പൂവും കായ് ഉണ്ടാവും. വേഗം പൂ വരാൻ തുടങ്ങും. പൂ വന്നാൽ അപ്പാടന്നെ അത് കായായിട്ട് നമുക്ക് വേഗം മുളകെല്ലാം നിറച്ചും വരും. ഞാൻ ഇത് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തതാണ്. കഴിഞ്ഞ പ്രാവശ്യം നല്ല 2-3 മുമ്പേ ഇങ്ങനെ തന്നെ കൊടുക്കലുണ്ട്. അതുകൊണ്ടെന്ന് വെച്ചാൽ നല്ലപോലെ പൂ രണ്ടാമതുണ്ടാവും. ആദ്യത്തെ പോലെ തന്നെ രണ്ടാമത്തതും നിറച്ചും ഉണ്ടാവും. അതിനാണ് ഇത് ഞാനിപ്പോൾ കൊടുക്കുന്നത്. എല്ലാ കാര്യവും നമ്മൾ തന്നെ സ്വന്തമായിട്ട് നോക്കി അറിഞ്ഞ് ചെയ്താൽ ഇതെല്ലാം ഒരു ട്രിക്കാണ്. ഇതെല്ലാം നമ്മൾ എല്ലാം ചെയ്ത് നോക്കി പഠിക്കുന്നതാണ് ഇതെല്ലാം. മുളകിന് നല്ലതാണ്. മുളകിന് കൂടുതൽ, തക്കാളിക്ക് എല്ലാവരും പറ്റും, പച്ചക്കറിക്കെല്ലാം പറ്റുന്നില്ല. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഞാൻ ഇങ്ങോട്ട് എടുത്ത് വെക്കട്ടെ. മുളകിന് കൊടുക്കട്ടെ. ഇപ്പം മുളകിന് കൊടുക്കട്ടെ. ഇത് മുളകിന് കൊടുക്കാനാണ്. കണ്ടില്ലേ, ഇതെല്ലാം ഇങ്ങനെ ഇതേപോലെ ഒഴിച്ച് കൊടുത്താൽ വേഗം പൂത്തോളും. അതായത് എല്ലാം തളർന്നു പോയി മൂത്ത് പോയാലാണ് ഇത് ഉപകാരപ്പെടുക. നമ്മൾ ചെടി ഉണങ്ങിപ്പോയിട്ട് വരുന്നതിനാണ് ഇത്. മൂക്ക് വെച്ചിട്ടാകുമ്പോൾ ഒരു പൂത്തിട്ട് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട്. മറ്റ് ആദ്യത്തെ ഉണ്ടാകുന്നല്ല, അതിനാണ് ഇത് കൊടുക്കുന്നത്. നല്ലൊരു വളമാണ് ഇത്. നിങ്ങൾ നോക്കിക്കോ, ഓരോ ദിവസവും അരിക്കൂട്ടിൻ്റെ ബാക്കിയുള്ളത് എടുത്തിട്ട് കുറച്ചേ ഉള്ളൂങ്കിൽ നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന ആ അരിക്കൂട്ട് ബാക്കിയുള്ളത് പഠിച്ചിട്ടെല്ലാം തൊട്ട് വെച്ചാൽ പിന്നെ ഓരോന്നിൻ്റെ വണ്ടക്ക് ദിവസം ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് എനിക്കിപ്പോൾ പാടുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ അരിച്ചിട്ട് എടുത്ത് വെക്കേണ്ടി വന്നത്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടില്ലേ, കണ്ടില്ലേ ഇതിപ്പം ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ
എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ കണ്ടാ മുളകിൻ്റെ പൂക്കളെല്ലാം നിന്ന് പോയിട്ട് വേണ്ട കണ്ടാ നിന്നിട്ട് വേണ്ട ഇതാ ഇതിലൊന്നും പൂക്കളില്ല, ഒറ്റ പൂക്കളില്ല കണ്ടാ. ഇതൊന്നും പൂക്കൾ വലിയ പൂക്കളെല്ലാം നിന്നുപോയി. ആദ്യത്തെ ഉണ്ടാവിലെല്ലാം ഉണ്ടായി നിന്നുപോയി. ഇനിയിപ്പോൾ ഈ വളം കൊടുത്താൽ പെട്ടെന്ന് ഉഷാറായിക്കോളും, പൂത്തോളും. ഒരാഴ്ച കൊണ്ട് തന്നെ പൂത്തിട്ട് കായ് ഉണ്ടാവാൻ തോന്നും. കണ്ട കായെല്ലാം നിന്നുപോയി, ഒന്നിനുമില്ല കായ്. കണ്ടില്ലേ ആ എല്ലാം കണ്ട. ഇപ്പം ഇതെല്ലാം കണ്ടില്ലേ, ഇതിനൊന്നും കായ് ഇല്ല. ഇതെല്ലാം തിരി വന്നിട്ട് വേണം, ഇനി തിരി വന്നിട്ട് വേണം ഇതിൻ്റെ മേലെ ഉണ്ടാവേണ്ടിക്ക്. ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് നമ്മളിപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് ഇനി ഇഷ്ടംപോലെ കായ് ഉണ്ടാവാൻ തുടങ്ങും. കണ്ടില്ലേ ഇതാ കണ്ട, ഇതിലൊന്നുമില്ല, ഒറ്റ കായില്ല. കണ്ടില്ലേ മുളകുണ്ട് പരിക്കാൻ ഇഷ്ടംപോലെ. അതിപ്പം പരിക്കണത്തില്ലേ എന്താ. ഞാൻ ഈ മുളക് പരിക്കുന്നതും കൂടി കാണിച്ചു തരാം. ഉണ്ടല്ലോ ഇതിപ്പം ഉണ്ടല്ലോ, ഇപ്പം കണ്ടില്ലേ ഈ മുളകും കൂടി ഞാൻ ഒന്ന് പറിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. നല്ലപോലെ മുളകുണ്ട്. ഇത് കണ്ടില്ലേ, ഇതാ പഴുത്ത മുളക് നല്ലപോലെ ഉണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് പറിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ എല്ലാം പഴുത്ത് കഴിയാനായി, വേഗം ഉണ്ടായിക്കഴിഞ്ഞ്. ഇനി രണ്ടാമത് ഇത് നിൽക്കുന്നതിലിടക്ക് തന്നെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് പൂക്കാൻ തുടങ്ങിക്കോളും. പൂത്തിട്ടില്ലെങ്കിൽ പിന്നെ അത് ഉണ്ടാവില്ല, പിന്നെ ഇത് ഉണങ്ങിപ്പോയില്ലോ. പിന്നെ ആ തണ്ട് മാത്രം ആയാൽ ഒന്നും ഉണ്ടാവില്ല. എന്താ മുളക് കണ്ട, നല്ല വലിയ മുളകാണ്. ഇനിയിപ്പം ചെറിയ മുളകായിരിക്കും ഇനി. അപ്പോൾ അതിനാണ് ഇത് ഞാൻ കൊടുക്കുന്നത്. ചെറിയ മുളകാകുന്നത് വലുതാവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് കൊടുക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതാണ് പറിച്ചു വന്ന് വേണ്ട പറിക്കുന്നത് വേണ്ട. ഇത് പറിച്ചിട്ട് ഇനിയിപ്പം വലിയ മുളക് പോയിട്ട് ചെറിയ മുളകാവും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കണ്ട ചെറുതായിട്ട് ഇടുങ്ങി കണ്ടില്ലേ. ഇനിയിപ്പം വലിയ ഇതായിട്ട് ഈ വളം കൊടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പം ഒരു ലേശം സെളറി കൂടി കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് വളരും. ഇതേപോലെ നിങ്ങൾ മുളക് നട്ടാൽ ഇങ്ങനെ തന്നെ ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ നല്ല വിളവെടുക്കാൻ കഴിയും. പിന്നെയും കിട്ടും, ഒരു പ്രാവശ്യം നല്ല കിട്ടുക. ഇത് കുറേ പ്രാവശ്യം കിട്ടും. നമുക്കിപ്പോൾ 2-3 കൊല്ലമല്ല ഇത് കൊണ്ട് നടക്കാനും കഴിയും, നല്ലപോലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, വളം കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഇത് കാണുന്നില്ല എത്രയാണെന്നും കഴിക്കാനുണ്ട്, നല്ലപോലെ ഉണ്ട്. കണ്ടില്ലേ തക്കാളിക്കെല്ലാം പൂ കുറഞ്ഞ് പൂണ്ട്. തക്കാളിക്കെല്ലാം പൂ വരുന്നുണ്ട് കണ്ടാ. തക്കാളിക്കെല്ലാം പൂ വരുന്നുണ്ട്. പക്ഷേങ്കിൽ കുറയാൻ പോന്ന്. ഇനിയിപ്പം ഇങ്ങനെ കഴിയുമ്പോൾ കുറച്ച് ഒരാഴ്ച കഴിയുമ്പോഴൊക്കെ ഇതെല്ലാം ഇത് കുറയാൻ തുടങ്ങും. പൂക്കൾ കുറഞ്ഞാൽ പിന്നെ കായ് ഉണ്ടാവില്ല, കുറയല്ലോ. അതിന് മുമ്പേ നമ്മളിതങ്ങ് ചെയ്ത് കൊടുത്താലേ അവരെ പണിയെടുത്തോളും, നമ്മളെ പണിയെടുക്കാം. എല്ലാവരും ഇതുപോലെ ചെയ്യുക. നമുക്ക് അത്രേ പറയാനുള്ളൂ. എല്ലാവരും ഇതേപോലെ ചെയ്യുക. നല്ലപോലെ പണിയെടുത്താൽ മാത്രമേ ഇത് മുളക് ഇപ്പം മറിച്ച മുളക് അത്രയല്ലേ മുളകുള്ളൂ. നല്ലപോലെ മുളക് കിട്ടുന്നുണ്ട്. കണ്ടില്ലേ കണ്ടാ ഒത്തിരി പേരെ മുളക് കിട്ടി. ഇപ്പം ഇന്നലെ പറിച്ചിന് മുളക്, ഇന്നലെ പറിച്ച ബാക്കി മുളക് ഇന്നത്തെ മുളക് അത് കേട്ടാ. ഇതല്ലേ നന്ദി, നമസ്കാരം. ഗുഡ് ബൈ.